തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയിച്ച ചൊല്ലി ബിജെപിയിൽ കലഹം. നേമത്ത് ഏരിയ പ്രസിഡന്റ് രാജിവെച്ചു. എം.ആർ. ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. നിലവിലെ കൌൺസിലർ ദീപികയെ വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. ജില്ലാ പ്രസിഡന്റ് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി അരുൺ ചേരുന്നു. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ബിജെപി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ പ്രചാരണവുമായി യു ഡി എഫിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ നിൽക്കുമ്പോൾ ബിജെപിക്ക് ഈ പ്രതീക്ഷകൾക്ക് പുറത്ത് ഈ പാളയത്തിൽ തടസ്സമാവുകയാണോ? എന്താണ് വിവരങ്ങൾ? ബിജെപി ഇത്തവണ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ചേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ്. നാളെ സംസ്ഥാന അധ്യക്ഷനടക്കം നയിക്കുന്ന പദയാത്രകൾ വിവിധ മണ്ഡലങ്ങൾ. നേമത്ത് സംസ്ഥാന അധ്യക്ഷനാണ് പദയാത്ര തുടങ്ങാനിരിക്കുന്നത്. അതേ നേമത്താണ് ഇപ്പോൾ ഏരിയ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നത്. അവിടെ ദീപികയാണ് ഇപ്പോഴത്തെ കൌൺസിലർ. ദീപികയ്ക്ക് പകരം നേരത്തെ നിയമം കൌൺസിലറായിരുന്ന എം.ആർ. ഗോപൻ ബിജെപിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ പൊന്നുമംഗലം വാർഡ് കൌൺസിലറാണ്. ഗോപനെ മത്സരിപ്പിക്കാൻ ഗോപനവിടെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തി രംഗത്തിറങ്ങി എന്നാണ് ഈ കത്തിൽ ജയകുമാർ കരമന ജയൻ ജില്ലാ പ്രസിഡന്റ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അയച്ച ഈ കത്തിൽ ആരോപിക്കുന്നത്. നേരത്തെ 2015 കൌൺസിലായിരുന്ന സമയത്ത് കോവിഡ് കാലത്ത് പോലും വാർഡിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ ജനങ്ങളെ അനാഥരാക്കിയ ആളാണ് എം.ആർ. ഗോപൻ. ഒരു വർഷത്തോളം അവിടെ കൌൺസിലില്ലാത്ത അവസ്ഥ വന്നു. പിന്നീട് പാർട്ടി ഇടപെട്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ദീപികയെ അവിടെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തത്. ദീപികയെ പരാജയപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ സീറ്റ് കൊടുക്കാൻ പാടുമെന്ന് ആദ്യം വാദിച്ചു. പിന്നീട് ഈ മത്സരത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ദീപികയെ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ വീണ്ടും അവിടെ മത്സരിക്കാൻ വരികയാണ്. ഇത് നേതൃത്വത്തെ അറിയിച്ചു. ഒരു കാരണവശാലും ഗോപൻ അവിടെ സീറ്റ് കൊടുക്കരുത് എന്ന ആവശ്യം നേതൃത്വത്തിന് മുൻപാകെ വെച്ചിട്ടും അത് നേതൃത്വവും പരിഗണിച്ചില്ല. ഗോപൻ അവിടെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി. അതിൽ പ്രതിഷേധിച്ചാണ് ഏരിയ പ്രസിഡന്റ് ജയകുമാർ രാജിവെക്കുന്നത്. നാളെ നിയമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര നഗരസഭാ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന്റെ ഭാഗമായി പദയാത്ര തുടങ്ങാനിരിക്കുകയാണ് ഈ ഏരിയ പ്രസിഡന്റ് രാജി. മറ്റു പല വാർഡുകളിലും സമാനമായ വിഷയങ്ങൾ ബിജെപിയിലുണ്ട്. ഒന്നിലധികം പേർ വിജയസാധ്യതയുള്ള വാർഡുകളിൽ ഒന്നിലധികം പേർ മത്സരിക്കാനെത്തുന്നത് നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു തുടക്കമായി വേണം ഈ നേമം ഏരിയ പ്രസിഡന്റ് രാജിയെ കാണാൻ. അരുൺ അതേസമയം പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കുകയാണ്. 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പദയാത്രയും തുടങ്ങി. ബിജെപിയുടെ പദയാത്രയ്ക്കും നാളെ തുടക്കമാകും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഭരണം നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് CPM പങ്കുവയ്ക്കുന്നത്. തുടർച്ചയായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. 2010 വരെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ 2010 40ഓളം സീറ്റ് നേടിയ കോൺഗ്രസ് പിന്നീട് നേരെ താഴെ പോവുകയായിരുന്നു. 15 ആകുമ്പോൾ അത് പകുതിയായി കുറഞ്ഞു.